പണം കൊണ്ടും അധികാരം കൊണ്ടും ആളുകളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താനാവില്ല. വിശാല ഹൃദയം കൊണ്ടും സൽസ്വഭാവം കൊണ്ടും മാത്രമേ അത് സാധ്യമാകൂ. ഏറെക്കാലം ജീവിക്കുക എന്നത് മിക്കവരുടെയും ആഗ്രഹമാണ്. എന്നാൽ ജീവിക്കുന്നതത്രയും നന്നായി ജീവിക്കുക എന്നത് കുറഞ്ഞ ആളുകളുടെ ആഗ്രഹമാണ്. ദൈവം ഒരിക്കലും ആരുടെയും വിധി എഴുതുന്നില്ല. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ചിന്തകളും പെരുമാറ്റങ്ങളും പ്രവൃത്തികളുമാണ് നമ്മുടെ വിധി എഴുതുന്നത്. നിങ്ങളുടെ തോളിൽ കൈചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കും. എന്നാൽ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശക്തിയായി മാറുന്നു. ആ ശക്തി ദൈവമാണ്. നമ്മൾ കാരണം ആരെങ്കിലും അസ്വസ്ഥരാണെന്ന് തോന്നിയാൽ സ്വയം മാറിക്കൊടുക്കുക. നമ്മളോട് പറയാനുള്ള മടികൊണ്ടായിരിക്കും അവരത് പറയാത്തത്. പക്ഷേ പറയാതെ അറിയാനുള്ള പല പെരുമാറ്റങ്ങളും അവരിൽ കാണാൻ കഴിയും. കൂടുതൽ വെറുപ്പിക്കുന്നതിനു മുൻപ് സ്വയം ഒഴിഞ്ഞു മാറുക. സ്നേഹം അഭിനയിച്ച് വഞ്ചിച്ചവരും പ്രതീക്ഷ നൽകി ചതിച്ചവരും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ളവർ കാരണം ജീവിതം തകർന്നു പോയവർ ഇപ്പോഴും കണ്ണീര് കുടിക്കുന്നുണ്ടാവും. നമ്മുടെ സ്നേഹം മറ്റൊരാളുടെ സന്തോഷം കളയുമെങ്കിൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു ബാധ്യത ആകാതിരിക്കുക. നിന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നീ എടുക്കണം. കാരണം നിന്നെയും നിന്റെ സാഹചര്യത്തെയും നിന്നോളം മറ്റൊരാൾക്കും അറിയില്ല.